അപ്പം നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി അങ്ങാടിപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കഴിക്കേണ്ടതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇനി അങ്ങാടിക്ക് പോകും. അപ്പോൾ ഓട്ടോയിൽ കയറണം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങാടിപ്പുറം ഉത്സവം കാണാനാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ആണിത്. ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അടിപൊളി മഴയൊക്കെ പെയ്തു കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണല്ലോ ഇത് സ്പെഷ്യൽ. അപ്പം നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വള, മാല, കമ്മൽ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ അങ്ങാടിപ്പുറം ഉത്സവം എന്ന് പറഞ്ഞാലേ ഇത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ വരുന്നത്. പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 11 ദിവസമാണ് ഉത്സവം നടക്കുക. ഓരോ ദിവസം വെറൈറ്റി സംഭവങ്ങളായിരിക്കും കേട്ടോ. ഇവിടെ തിരുമാതാംകുന്ന് ക്ഷേത്രം എന്നാണ് പറയുക. ഇവിടെ ഒരു ദേവിയുടെയാണ് പ്രതിഷ്ഠയുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഏകദേശം പൂരപ്പറമ്പിൻ്റെ 3/4 ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ എൻ്റെ വ്ളോഗിലൊക്കെ ഈ ഒരു അമ്പലം ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഗൈസ്, അപ്പം നമ്മൾ നടന്നിട്ട് പോവുകയാണ്. ഇനി നമ്മളെ അളിയനെ തെരഞ്ഞു പോവുകയാണ്. അളിയനെ വീടിനുള്ളിലേ ഗൈസ്. അപ്പം നമ്മൾ ഒരു അമ്പലക്കുളത്തേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് അമ്പലമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഉള്ളൂ എത്താനായി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ ഒരു കുളം ഉള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത് മിക്ക വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പുഴയാണ്. അങ്ങനെ നമ്മൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി ആമ്പൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വിരിയാത്തൊരു ആമ്പലാണ്, ഇവിടെ വിടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ വൈബായി. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ കേട്ടോ. അതായത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ്. ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല ഈ ഒരു പുഴയുടെ തീരത്ത് ഒരുപാട് വയലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവമായി കഴിഞ്ഞാൽ വയലിലൊക്കെ ഫുൾ ആളുകളായിരിക്കും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ 4 പേരും കൂടെ ചായ കുടിക്കുകയാണ്. ഈ ഒരു അമ്പലത്തിലുണ്ടല്ലോ ആട്ടങ്ങേറ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് കേട്ടോ. എനിക്കിതുവരെ അതിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റുമെന്ന് നോക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഇതാ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാരിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.